ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ്. ഈ ഒരു കേക്ക് നമുക്ക് ഈവനിങ്ങിൽ ടീ കേക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് വിസ്ക് വെച്ചിട്ടാണ്. ബീറ്റർ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ടില്ല. സാധാ ഒരു കപ്പ് എടുത്തിട്ട് അതിലാണ് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്കൊരു 1/2 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിക്കാത്ത ഷുഗർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ കളറൊക്കെ മാറി ഒരു ക്രീം കളറാവുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ അരിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമ്മുടെ ഈ കേക്ക് മിക്സ്ചറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ കേക്ക് ബാറ്റർ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാനിലോട്ട് നമ്മുടെ കേക്ക് ടിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് ലോ ഹീറ്റിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് 30 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.